നമസ്കാരം. പിണറായിക്കെതിരെ പാർട്ടി ഘടകങ്ങളിൽ പോലും പോർവിളികൾ ഉയരുകയാണ്. എങ്ങനെയും പിണറായിയെ പറഞ്ഞയക്കണം ഈ പാർട്ടിയെ രക്ഷിക്കാൻ എന്ന രീതിയിലാണ് സഖാക്കൾ മുറവിളി കൂട്ടുന്നത്. അതിനിടയിൽ MV ഗോവിന്ദന്റെ ഒരു പ്രസ്താവനയാണ് ശ്രദ്ധേയമായത്. ഭയം കൂടാതെ നിങ്ങൾക്ക് പാർട്ടി കമ്മിറ്റികളിൽ ഇനി പറയാം എന്ന് പറഞ്ഞാൽ, ഇതുവരെ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പേടിയായിരുന്നു, ഇനി പറയാം, കാരണം പേടിക്കേണ്ടയാൾ ഒതുങ്ങി എന്നർത്ഥം. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിശകലനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊന്നും ശരിയായ രീതിയിൽ ഉത്തരം നൽകാതെ ആലോചിക്കാം, പറയാം, ചിന്തിക്കട്ടെ, കമ്മിറ്റി ചേരട്ടെ എന്ന രീതിയിലൊക്കെ പറഞ്ഞൊഴിയുകയായിരുന്നു MV ഗോവിന്ദൻ ചെയ്തത്. എന്നാൽ പിണറായി ആകട്ടെ വാ തുറന്നിട്ടില്ല ഈ നിമിഷം വരെ പത്രലേഖകർക്ക് മുന്നിൽ. അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ആദ്യന്തം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന പിണറായി അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയല്ലാതെ ഒന്നിനും ഒരക്ഷരം മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് വിവരം. അതുപോലെ തന്നെ പത്രലേഖകരോടും എല്ലാ സഖാക്കളും പറയുന്നത് കേൾക്കണമെന്നും ബ്രാഞ്ച് തലം മുതൽ മുകളറ്റം വരെയുള്ള എല്ലാ കമ്മിറ്റികളും വിളിച്ചുകൂട്ടി നിങ്ങൾക്ക് നിർഭയമായി അഭിപ്രായം പറയാമെന്നുമാണ് MV ഗോവിന്ദന്റെ പ്രസ്താവനയുടെ സാരാംശം. സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ ഞങ്ങളുടെ അഭിപ്രായം ഇനിയെങ്കിലും കേൾക്കണം, പാർട്ടി തിരുത്തണം എന്ന രീതിയിലാണ് അഭിപ്രായം പറഞ്ഞത്. പാർട്ടി എന്നല്ല, പലരും മുഖ്യമന്ത്രി എന്ന വാക്കാണ് ഉപയോഗിച്ചത് എന്നറിയുന്നു. മുൻവിധിയില്ലാത്ത പരിശോധനയും വിട്ടുവീഴ്ചയില്ലാത്ത തിരുത്തലും ശരിയായ നിലപാടുകളും കൊണ്ട് മാത്രമേ പാർട്ടിക്ക് ഇനി കരകയറാൻ കഴിയൂ എന്ന് നേതാക്കൾ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് അവരുടെ അഭിപ്രായവും. സെബാസ്റ്റ്യൻ പോളിനെ പോലെയുള്ളവർ തുറന്നടിച്ചു, ഇത് പാർട്ടിക്കെതിരെയുള്ള വികാരമല്ല, ഇടതുപക്ഷത്തിനെതിരെയുള്ള വികാരമല്ല, ഇത് പിണറായിയുടെ ധാർഷ്ട്യത്തിനെതിരെയുള്ള ജനത്തിന്റെ തിരിച്ചടിയാണ് എന്ന രീതിയിൽ. അത് തന്നെയാണ് സാധാരണ പ്രവർത്തകർ മുതൽ മുകളറ്റം വരെയുള്ളവരുടെ ചിന്തയും പറച്ചിലും. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിൽ ഇത്രയും വിമർശനങ്ങൾ കേട്ടിരുന്ന പിണറായിക്ക് ഇനി പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്, ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പ്രാദേശിക പ്രശ്നങ്ങളിൽ ഇടപെട്ടതിലാണോ വീഴ്ച, അതുപോലെ പാർട്ടി തലത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാം എന്ന അഴകുഴമ്പൻ മറുപടിയാണ് സംസ്ഥാന സെക്രട്ടറി യോഗത്തെ അറിയിച്ചത്. ജനങ്ങളോടുള്ള ഭരണത്തിന്റെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം, ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ, കൊള്ള, ഇതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം ഉരിയാടാൻ നേതൃത്വം തയ്യാറായിട്ടില്ല. അണികളിൽ രോഷം പുകയുമ്പോൾ കണക്ക് കൊണ്ട് വോട്ടയടയ്ക്കാനാണ് CPMന്റെ ശ്രമം. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വോട്ട് കൂടുതൽ കിട്ടി എന്ന രീതിയിൽ ക്യാപ്സ്യൂളുകൾ ഇറക്കി എങ്ങനെയെങ്കിലും ജനത്തിനെ ബോധ്യപ്പെടുത്തുക, അണികളെ ബോധ്യപ്പെടുത്തുക എന്ന തീരുമാനത്തിലേക്കും പാർട്ടി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് 35.1% വോട്ടാണ് ലഭിച്ചതെന്നും ഇത്തവണ അത് 37.6% കൂടുതൽ വോട്ട് ലഭിച്ചു എന്നും, അപ്പോൾ പാർട്ടിക്കും വോട്ട് ശതമാനത്തിൽ വളർച്ചയാണ് ഉണ്ടായത് എന്ന ക്യാപ്സ്യൂൾ ഇറക്കി അണികളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം. പക്ഷേ അണികൾ അമർഷത്തിൽ തന്നെയാണ്. ഇത്തവണ UDFനെ വിജയിപ്പിച്ചത് പാർട്ടിക്കാർ പറയും പോലെ തന്നെ കോൺഗ്രസ് അല്ല വിജയിപ്പിച്ചത്, പാർട്ടി അണികളാണ് UDFനെ വിജയിപ്പിച്ചത്. കാരണം ഒരിക്കൽ കൂടി ഈ പാർട്ടി തുടർഭരണം ഉണ്ടായാൽ അത് ഈ പാർട്ടിയുടെ അവസാനം ആണെന്ന് തിരിച്ചറിയാവുന്ന സാധാരണ അണികളാണ് തോൽപ്പിച്ചത് എന്ന അടക്കം പറച്ചിൽ, അത് തുറന്നു പറച്ചിലായി മാറാൻ ദിവസങ്ങൾ മാത്രം മതി. തുറന്നു പറച്ചിലായി മാറിയേ പറ്റൂ. ആ തുറന്നു പറച്ചിൽ നിന്ന് മാത്രമേ ഈ പാർട്ടിക്ക് നാളെ വളർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകൂ. ഇതിനിടയ്ക്ക് ഘടകകക്ഷികളും CPMനല്ല പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷമല്ല പരാജയപ്പെട്ടത്, പിണറായിയുടെ ധാർഷ്ട്യവും അധികാര ഗർവവുമാണ് പരാജയപ്പെട്ടത് എന്ന രീതിയിൽ CPI പ്രസ്താവന ഇറക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളും പിണറായിയോട് എതിർപ്പിൽ തന്നെയാണ്. മന്ത്രിമാർക്ക് പോലും പിണറായിയോട് നേരിട്ട് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല എന്ന വാദം ഘടകകക്ഷികൾ പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലിരുന്ന രണ്ടാം പിണറായി സർക്കാരിനെ ഇത്രയും താഴ്ന്ന നിലയിലേക്ക് നയിച്ച ഒരാളല്ല ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരേണ്ടതെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പുതിയൊരു മുഖം വരണമെന്നും CPI അഭിപ്രായപ്പെടുന്നു.
മാത്രമല്ല, ഇനി പിണറായി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ അത് ഇടതുപക്ഷത്തിന് ഇനിയും ഒരു മുന്നോട്ട് പോക്കിന് അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത നഷ്ടപ്പെടും എന്ന് തന്നെ ഘടകകക്ഷികളും CPM അണികളും വിശ്വസിക്കുന്നു. അവർ അത് ഉറക്കെ തന്നെ പുറത്തു പറയുന്നുമുണ്ട്. ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് കോൺഗ്രസിലേക്ക് ചോർന്നുപോയി UDFനെ അധികാരത്തിലേക്ക് എത്തിച്ചതെന്നും പ്രവർത്തകർക്ക് ഇത്രയും മനംമടുപ്പുണ്ടാക്കുന്നതിനുള്ള കാരണങ്ങൾ വിശകലനം ചെയ്യണമെന്നും സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുണ്ടായി. അതിന് മുകൾ തട്ടിലുള്ള ചർച്ചകൾ മാത്രം പോരാ എന്നും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ അഭിപ്രായം വരെ തേടണമെന്നും സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തലുണ്ടായി. ഇതൊക്കെ പിണറായി കൂടി പങ്കെടുത്ത യോഗത്തിൽ അംഗങ്ങൾ ഉറക്കെ പറയുകയായിരുന്നു. ഇതുവരെ ഇല്ലാത്ത വിധം കേരളത്തിൽ കെട്ടിവെച്ച തുക പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ CPMനുണ്ടായത് ഇത്രയും ധാർഷ്ട്യം നിറഞ്ഞ ഭരണത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. മഞ്ചേശ്വരത്ത് കെട്ടിവെച്ച തുക പോലും CPMന് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. അത് പാർട്ടിയെ ചെറുതായൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. ഇതിനിടയ്ക്ക് CPM വിട്ട് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച TK ഗോവിന്ദൻ കൊടിയേരിയുടെ വീട് സന്ദർശിക്കുകയുണ്ടായി. കൊടിയേരിയുടെ ഭാര്യയും മക്കളും വളരെ സ്നേഹത്തോടുകൂടി TK ഗോവിന്ദനെ സ്വീകരിക്കുകയുണ്ടായി. TK ഗോവിന്ദൻ വർഗവഞ്ചകനാണ് എന്ന് കരുതുന്നില്ല എന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന മാന്യനായ അതിഥിയാണെന്നും കൊടിയേരിയുടെ ഭാര്യ വിനോദിനിയുടെ അഭിപ്രായം പാർട്ടിക്ക് നേരെയുള്ള വിരൽ ചുണ്ടലാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന്റെ പിന്നാലെ ബിനീഷ് കൊടിയേരിയും ഭരണത്തിന്റെ ഗർവിനെക്കുറിച്ചും ധിക്കാരത്തെക്കുറിച്ചും സൂചിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇതൊക്കെ സാധാരണ ജനത്തിന്റെ വികാരമായി പാർട്ടി ഉൾക്കൊള്ളണം. ഒപ്പം തന്നെ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും 4 തിരഞ്ഞെടുപ്പുകളിലും CPMന്റെ വോട്ട് വിഹിതം പടിപ്പടിയായി കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ അപകടം തിരിച്ചറിയാൻ അല്ലെങ്കിൽ അതിലെ ജനത്തിന്റെ വിരൽ ചൂണ്ടൽ തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നൊരു വാദഗതിയും സെക്രട്ടേറിയറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവായി പിണറായിയെ വേണ്ട എന്ന് പറയാതെ പറഞ്ഞും നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ പ്രതികരിക്കുകയായിരുന്നു. ഇനി പ്രതിപക്ഷ നേതാവ് ആര്? കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.